2 വർഷം മുമ്പേ വെച്ചതാ ഈ റോക്കറ്റ് അടുപ്പ്. അത് 3 നാളുണ്ട് നമ്മുടെ അടുത്ത്. അത് 2 വർഷം മുമ്പ് വെക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ വില കൂടുതലും നമ്മൾ ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് എങ്ങനെ ലാഭത്തിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്തത് അത്. അതിപ്പോൾ തിരുവള്ളൂർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഞാൻ സ്റ്റഡി ചെയ്തതിൽ ഏറ്റവും നല്ലത്. അവരെ ഞങ്ങൾ വാങ്ങിച്ചേക്കണത്. മീൻ വറുത്തതിൻ്റെയൊക്കെ ടേസ്റ്റ് വരെ മാറിപ്പോയി ഇപ്പോൾ. ഏത് ഗ്യാസിൽ ചെയ്യണത് ഇതും തമ്മിൽ. ഇതെന്ന് വെച്ചാൽ ഇത്രയും കനമുള്ള കല്ലാണത്. ഒരു സിലിണ്ടറിന് 1700 വരുമ്പോൾ വിറകിനൊരു 100 രൂപ വരും. ആൾക്കാരെന്നെ ആദ്യം കളിയാക്കി പുച്ഛിച്ച്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചീത്ത പറയണമായിരുന്നു, ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കണ തെണ്ടിയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാക്കിയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിൽ ഇപ്പോൾ എന്തോരം ഫോണോ എന്നറിയാം. നമസ്കാരം. ഗ്യാസ് എങ്ങും കിട്ടുന്നില്ല, ഭയങ്കര ക്ഷാമമാണ്. അറിയാം, ഇറാനിൽ നടക്കുന്ന യുദ്ധം, ആ യുദ്ധം കൊണ്ട് നമ്മുടെ കപ്പലുകളൊന്നും ഇങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് വലിയ ഇന്ധനക്ഷാമമാണ്. എന്തായാലും പക്ഷേ ഈ ഗ്യാസൊന്നും ഇല്ലെങ്കിലും ടെൻഷനൊന്നുമില്ലാതെ ഹോട്ടൽ നടത്തുന്ന ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. രാജീവ് എന്നാണ് പേര്. മച്ചിലി റെസ്റ്റോറൻറ്റ് കത്രിക്കടവിലുള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഒരുപാട് മത്സ്യവിഭവങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ. രാജീവായിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ LPG ക്ഷാമത്തെ അദ്ദേഹം അതിജീവിക്കുന്നത് ചോദിക്കാൻ? അതായത് ഞാൻ 2 വർഷം മുമ്പേ വെച്ചതാ ഈ റോക്കറ്റ് അടുപ്പ്. അത് 3 നാളുണ്ട് നമ്മുടെ അടുത്ത്. അത് 2 വർഷം മുമ്പ് വെക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ വില കൂടുതലും നമ്മൾ ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് എങ്ങനെ ലാഭത്തിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്തത്. അത് ഓൾമോസ്റ്റ് സക്സസ് ആയിരുന്നു. ഓൾമോസ്റ്റ് 70% നമ്മൾ വിറകിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നലെയും ഇന്നും തുടങ്ങിയിട്ട് 100% ഗ്യാസിലായി. ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ ഇന്ന് വീട്ടിലെ ഡൊമസ്റ്റിക് ഗ്യാസ് കൊണ്ടുവന്ന് കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറേ കമ്പനികളുണ്ട്. അതിൽ നല്ല കമ്പനികൾ കാസ്റ്റ് അയൺ വെച്ച് ചെയ്തേക്കണതും സെറാമിക് വെച്ച് ചെയ്തേക്കണതും ചൂട് കുറവുള്ളതും വിറക് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റിയതും അങ്ങനെയുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരത്തിൽ വരും. അതിപ്പോൾ തിരുവള്ളൂർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഞാൻ സ്റ്റഡി ചെയ്തതിൽ ഏറ്റവും നല്ലത്. അവരെ ഞങ്ങൾ വാങ്ങിച്ചേക്കണത്. അത് വൺസ് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ 10-25 കൊല്ലം ഉപയോഗിക്കാം. ഫ്ലോറിന് പോലും ചൂട് വെക്കില്ല. അതിന് ഗ്യാപ്പ് ഉണ്ടാവും ഫ്ലോറിനൊക്കെ. പിന്നെ പൊറോട്ടക്കല്ല 1 ലക്ഷം രൂപ റേറ്റ് തന്നെയാണത്. അതൊക്കെ അടിപൊളി സാധനമാണ്. അതൊക്കെ മീൻ വറുത്തതിൻ്റെയൊക്കെ ടേസ്റ്റ് വരെ മാറിപ്പോയി ഇപ്പോൾ. ഏത് ഗ്യാസിൽ ചെയ്യണത് ഇതും തമ്മിൽ. ഇതെന്ന് വെച്ചാൽ ഇത്രയും കനമുള്ള കല്ലാണത്. ഈ കല്ലങ്ങോട്ട് പഴുക്കണേ. വൺസ് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ നേരം ഓരോ ഈർക്കിൽ കുത്തിക്കയറ്റി വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ചിരട്ട ഇട്ട് കൊടുത്താൽ മതി. മൾട്ടിപ്പിൾ ചൂടാണ് വന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇളമക്കരയിലാണ് അവരുടെ കടയുള്ളത്. ഞാൻ തന്നെ അന്ന് ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. ചേട്ടാ, ഒരു ദിവസം ഗ്യാസിന് എത്ര രൂപയായിരുന്നു നിങ്ങൾ കൊടുത്തോണ്ടിരുന്നത്? ഗ്യാസിന് ഒരു ദിവസം 7000 ചില്ലാൻ രൂപ വരും പെർ ഡേ. അപ്പോൾ ഈ വിറകാകുമ്പോഴത്തേക്ക് എത്ര ലാഭമുണ്ട്? വിറക് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടണേ. എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ എടുക്കാൻ വേണ്ടി വണ്ടി എടുത്തിട്ടുണ്ട്. അത് ഈ പെരുമ്പാവൂരുള്ള പ്ലൈവുഡ് കമ്പനികളില്ലേ, അവിടെയൊക്കെ ചെന്ന് എന്തെങ്കിലും കൊടുത്താൽ അവർ നമുക്ക് തന്നു വിടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം എത്ര രൂപയുടെ വിറക് ഇതിന് വേണ്ടി വരും? ഫുൾ ടൈം നമ്മൾ സിലിണ്ടറിന് 1700 രൂപ വരില്ലേ. അപ്പോൾ അവരുടെ കണക്കനുസരിച്ചിട്ട് ഒരു 100 രൂപ ഒരു സിലിണ്ടറിന് 1700 വരുമ്പോൾ വിറകിനൊരു 100 രൂപ വരും. ആൾക്കാരെന്നെ ആദ്യം കളിയാക്കി പുച്ഛിച്ച്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റി. ഒരുപാട് ഏൺ ചെയ്യാനല്ല, നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റി. ഈ നോമ്പ് കാലത്തൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തട്ടെ എന്ന്. എല്ലാ ഹോട്ടലുകാരും ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരും ഉപയോഗപ്പെടുത്തട്ടെ. അത് ഈ നല്ല കമ്പനിയുടെ മേടിക്കണം കേട്ടോ. പോയി ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയുടെയൊക്കെ മേടിച്ചിട്ട് അവസാനം കംപ്ലയിൻറ്റ് വന്നിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവള്ളൂർ എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ലതാണ്. അത് ഒരു വലിയ സ്റ്റൗവൊക്കെ 300-350 കിലോ വെയിറ്റാണത്. അത് ചുമന്ന് കയറ്റി ഇറക്കാനൊക്കെ ഭയങ്കര പാടാണ്. കാസ്റ്റ് അയണും ഇരുമ്പും പിന്നെ സെറാമിക് കോട്ടിംഗ് ഒക്കെ ഇട്ട് ചെയ്തേക്കണതാണ്. ആദ്യം മുതൽ മുടക്ക് ഒരു ഇത്തിരി വലുതാണോ? ആദ്യം മുതൽ മുടക്കല്ലല്ലോ ഇത്. ഇതിൻ്റെ ലാഭമൊന്നും വർക്കൗട്ട് ചെയ്ത് നോക്കിയേ. ഉദ്ദേശം നമ്മുടെ ഹോട്ടലിൽ തന്നെ മാസം 1.5 ലക്ഷം രൂപ ലാഭമല്ലേ ഗ്യാസ് ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണിക്കാർക്ക് 10-500 രൂപ കൂടുതൽ കൊടുത്തു തന്നു. അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് നിന്നോളും. മിക്ക ഹോട്ടൽസിലും പറ്റണതാണ്, പണിക്കാരെ തട്ടിക്കൊണ്ടു പോകും വേറെ ഹോട്ടലുകാർ. എൻ്റെ ഹോട്ടലിലെ പണിക്കാരെയൊന്നും തട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ അത്രയും സാലറി കൊടുത്ത് അവരങ്ങനെ നിർത്തിയേക്കണത്. അല്ലെങ്കിൽ ഇതൊക്കെ പൊളിഞ്ഞു പോയി. രാവിലെ എഴുന്നേറ്റ് ഈ ഹോട്ടൽ കുക്കിനെ നോക്കി വയറ്റ് നോക്കിക്കേണ്ടി വരും. എന്തോരം നിന്നിട്ടുണ്ടെന്ന് പറയാം. അത് ഇപ്പം അതൊന്നും കുഴപ്പമില്ല. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? പ്രവർത്തനം നമ്മുടെ ഗ്യാസ് പ്രവർത്തിക്കണ പോലെ ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വൈകുന്നേരം ചാരം ക്ലീൻ ചെയ്ത് തരണം. അതിൻ്റെ
അത് എളുപ്പമാണത്. തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. കത്തിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ഇത്തിരി. ചിരട്ട ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇടാറ്. ഇപ്പോൾ ഗ്യാസില്ലല്ലോ, അപ്പോൾ കർപ്പൂരം ഇട്ട് കത്തിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു പിഞ്ച് ഓഫ് കെറോസിൻ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വേസ്റ്റ് ഓയിലിൽ തുണി മുക്കിയിട്ട് ഇട്ടിട്ട് കത്തിക്കാം. കത്ത് പിടിച്ചാൽ പിന്നെ നോക്കണ്ട. 24 മണിക്കൂറോ 48 മണിക്കൂറോ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. എത്ര യൂണിറ്റ് ഇത് ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട. അത് ഈ മൊബൈൽ ചാർജറിൻ്റെ പോലെ ചെറിയൊരു ബ്ലോവർ ഇരിപ്പുണ്ട്. ആ ബ്ലോവർ തീ കൂട്ടുകയും കുറക്കാൻ ചെയ്യാൻ പറ്റിയ ടൈപ്പ്. അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണ ബ്ലോവർ. പിന്നെ ഇതിന് കംപ്ലയിൻസ് ഒന്നും 2 വർഷത്തിനിടയ്ക്ക് വന്നിട്ടില്ല. വന്നാൽ തന്നെ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവനൊക്കെ ഞങ്ങളൊക്കെ ആദ്യം ഈ വീഡിയോ കൊണ്ട് നടന്നപ്പോൾ എല്ലാവരും ഞങ്ങൾ ചീത്ത പറയണമായിരുന്നു. ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കണ തെണ്ടിയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിൽ ഇപ്പോൾ എന്തോരം ഫോണോ വന്നെന്നറിയോ. ഇന്നലെ രാത്രി മാത്രം 330 മിസ്ഡ് കോൾ എൻ്റെ ഫോണിൽ കിടക്കണത്. വിറകടുപ്പ് കിട്ടുമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും മേടിക്കത് ഉപയോഗപ്പെടുത്തുന്ന നല്ല കാര്യമോ. ദിവസവും ഇത് കാണാനായിട്ട് ആൾ വരുന്നുണ്ട്. ഇന്ന് എത്ര ചാനലുകാരെ ഇവിടെ വന്നു പോയത്. വലിയ പുകയില്ലല്ലോ. പുക ആദ്യം കത്തിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. കുറച്ച് പുകയൊക്കെ ഉണ്ടാവട്ടെ എന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പണിയെടുക്കണം. അടിപൊളിയായിട്ട് വരും അത്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. അതാ അവിടെ ചെറിയ പുക മാത്രമല്ല, ആ പുകക്കുഴലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു പൊറോട്ടക്കല്ലാണ്. ഈ പൊറോട്ടക്കല്ല് ചൂടാവണമെങ്കിൽ തന്നെ നല്ല ഫ്ലെയിം വേണം. ആ രീതിയിൽ ഗ്യാസിലാണ് എല്ലായിടത്തും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഇതാ ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തേ ചേട്ടാ. ഇതുവഴിയാണ് വിറക് കയറ്റുന്നത്. അത് തുറക്കുക, അതിനുശേഷം വിറക് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിറക് മാറ്റുകയാണ്. കാരണം ഇവിടുത്തെ ഏകദേശം പണികളൊക്കെ തീർന്നു പൂർണ്ണമായി. ഇത് നല്ല പ്രവർത്തനമാണ്. ഗ്യാസിനെക്കാട്ടിലും 100 മടങ്ങ് ആവശ്യമുണ്ട്. 2 വർഷത്തിന് മുകളിലായി. ഇത് സാധാ ഉപയോഗിക്കാനായിട്ട് പൊറോട്ടക്കല്ലാണ് ഇവിടെ. ഞാൻ സാധാ ഗ്യാസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാനായിട്ട് പറഞ്ഞു ഇന്ന പോലെ വിറകടുപ്പ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ 2 വർഷം മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് ആ അടുപ്പ് ഇറക്കി ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്ന് സെറ്റപ്പാക്കി. നമുക്ക് ഒരു 100 രൂപയുടെ വിറക് പോലും ആകുന്നില്ല. 2 വിറക് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു. അത്ര നല്ല ഒരു ഇതാണ്. പിന്നെ നല്ല ഫാനുണ്ട്. ആ ഫാനിൻ്റെ കാറ്റ് ഒരു ബാറ്ററിയുടെ ചാർജ് പോലും ഇല്ല. നല്ല കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത്. പുക ആദ്യം കത്തുമ്പോൾ ഇച്ചിരി പുകയാണ്. ആദ്യം നമ്മളിപ്പോൾ എവിടെയാലും തീ കത്തിക്കുമ്പോൾ ഇച്ചിരി പുക വരും. പിന്നെ അത് കഴിഞ്ഞ് കണൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അടയ്ക്കുക, തുറക്കുക, എന്തുവെന്ന് വെച്ച് ചെയ്യാം. ചൂട് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്വിച്ച് ബോക്സ് ഉണ്ട്, അത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ചൂട് നമ്മൾ അടിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, ഗ്യാസിനെക്കാട്ടിലും പകുതിയോളം ചൂട് കുറവ്. ഇത് കണ്ടോ, ഇത് കൈ ഇങ്ങനെ വയ്ക്കാം. ഇത് അടുപ്പാണ്. ഈ അടുപ്പിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കൈ വയ്ക്കാം, ചൂടില്ല. ഇതിൻ്റെ പുറത്ത് വെച്ചാലേ ചൂടുള്ളൂ. ഇത് ഇത്രയും അതിൻ്റെ അകത്ത് ഏതാണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കറിയത്തില്ല അത് വരാതിരിക്കാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ മീൻ പൊരിക്കുന്നതിൻ്റെ ഇപ്പോൾ ഗ്യാസ് ഷോർട്ടേജ് ആയതുകൊണ്ടാണ് മീൻ പൊരിക്കാനായിട്ട് മുതലാളി ഉപയോഗിക്കാൻ പറഞ്ഞത്. പൊറോട്ട നിർത്തി. ഇത് പൊറോട്ട കല്ല്, പിന്നെ ഇവിടെ ചോറ് വെക്കുന്നതും എല്ലാം ഇതിനകത്ത് തന്നെയാണ്. പിന്നെ വിറകിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ. ആ സ്വാഭാവികമായ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ വെച്ചിരുന്ന പോലെ ഒരു ടേസ്റ്റ് കിട്ടും. എന്തായാലും ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ അതേ ഒരു ഫോഴ്സിൽ തന്നെയാണ് ആ ഫ്ലെയിം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ കല്ല് ചൂടാവുന്നുണ്ട് കൃത്യമായി. പിന്നെ കുറച്ച് മാത്രം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ ആ വിറകൊക്കെ കൊണ്ടൊന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും വിറകിലേക്ക് മാറിയെന്നാണ് രാജീവ് ചേട്ടൻ നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നല്ല ഭക്ഷണവും വിളമ്പുകയാണ്, അതും നല്ല ക്വാളിറ്റിയിൽ. വലിയ ചിലവില്ലാതെ അദ്ദേഹത്തിൻ്റെ പാചകവും തുടരുകയാണ്. എല്ലാവരും ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. അവരെല്ലാവരും ഇതിൻ്റെ അന്വേഷണത്തിലാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും 2-3 വർഷമായിട്ട് ഈ അടുപ്പ് പരീക്ഷിച്ച് വിജയിച്ച ആളാണ് രാജീവ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും LPG ക്ഷാമം മൂലം അടച്ചിടുന്ന ഹോട്ടലുകാർ ഇതൊന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഭാവിയിലും അവർക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, പിന്നീട് ആ ലൈഫ് ടൈം നമുക്കത് ലാഭകരമായിരിക്കുമെന്നാണ് രാജീവ് ചേട്ടൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.